CBI കോടതിയുടെ ഈ വിധിയിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരല്ല. കാരണം ആദ്യം തൊട്ടേ ഞങ്ങൾ പറഞ്ഞു ഈ കേസ് വളരെ ആസൂത്രിതമാണ്, ഇതിന് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാരാണ്. അതിനേക്കാൾ വലിയ ഉന്നതന്മാരുടെ അറിവും സമ്മതത്തോടും കൂടിയാണ് ഈ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. ഏത് കൊലപാതകം നടന്നാലും പാർട്ടി പറയാറുണ്ട് ഞങ്ങളല്ല ഈ കൊല നടത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ വിധി പ്രസ്താവിച്ച പശ്ചാത്തലത്തിൽ ഞാൻ പറയാം, കേരള ഗവൺമെൻറ് ധാർമ്മികത എന്ന് പറയുന്നുണ്ടെങ്കിൽ രാജിവെക്കണം. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഗവൺമെൻറ് മനുഷ്യൻ്റെ ജീവനെടുത്ത പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഖജനാവിൽ നിന്ന് ചെലവാക്കിയത്. മാത്രമല്ല ഈ കേസ് ആദ്യം മുതൽ അട്ടിമറിക്കാൻ ശ്രമിച്ചത് കേരള ഗവൺമെൻറ്റാണ്. 2-3 ഏജൻസികളെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിച്ചിട്ട് അവസാനം ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിട്ടുകൊടുത്ത് ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം കോടതിയിൽ കൊടുത്തത്. ആ ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രത്തിനെതിരെയാണ് ഈ കുടുംബം നീതിക്ക് വേണ്ടി പോരാട്ടം തുടങ്ങിയത്. അന്ന് എറണാകുളത്തെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ഈ തരുണത്തിൽ വളരെ പ്രസ്താവ്യമാണ്. പ്രതികളുടെ മൊഴി വേദവാക്യമായി സ്വീകരിച്ചിട്ടാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. ഈ കുറ്റപത്രം വിചാരണയ്ക്കെടുത്താൽ പ്രതികൾ രക്ഷപ്പെടും. അതുകൊണ്ട് കുറ്റപത്രം റദ്ദു ചെയ്യുന്നു, കേസ് CBIക്ക് വിടുന്നു. സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ശരിവച്ചു. അത് കഴിഞ്ഞ് അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. എല്ലാ കോടതികളും ഈ കേസ് CBIക്ക് വിടണമെന്ന് വാദിച്ചു. അവസാനം സർക്കാർ ആ രംഗത്ത് പരാജയപ്പെട്ടു. വീണ്ടും കേസ് നടത്താൻ ഒരു ചതിയൻ ചന്തുവിനെയാണ് അവർ ചുമതലപ്പെടുത്തിയത്. ഈ കല്ലോട്ട് കുഞ്ഞുങ്ങളോടൊപ്പം കിടന്നുറങ്ങിയിട്ടുള്ള ഇവരുടെ മുഴുവൻ കുടുംബ ചരിത്രവും അറിയാവുന്ന ഒരാൾ CK ശ്രീധരൻ, അയാളെ വിലക്കെടുത്ത് അയാളെ കൊണ്ടാണ് ഈ കേസ് വാദിപ്പിച്ചത്. ഈ കേസ് വിജയിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം അതുണ്ട്. അപ്പോൾ CK ശ്രീധരൻ എടുക്കുന്ന എല്ലാ കേസും വിജയിക്കും. പക്ഷേ അയാൾ വാദിച്ച പരാജയപ്പെട്ട കേസുകളുടെ മുൻപന്തിയിൽ ഇതാ കല്യോട്ടെ കേസ് വന്നിരിക്കുന്നു. CK ശ്രീധരൻ ഇനിയൊരു വിജയിയല്ല, ഒരു പരാജിതനാണ്. പക്ഷേ ഈ കേസിൽ ഞങ്ങൾ പരിപൂർണമായി സംതൃപ്തരല്ല. കാരണം ഗൂഢാലോചനയുടെ ഭാഗത്ത് ശിക്ഷിക്കപ്പെടേണ്ട പ്രതികൾക്ക് വേണ്ടത്ര ശിക്ഷ വിധിച്ചതായി ഞങ്ങൾ കാണുന്നില്ല. എന്നാലും ഞങ്ങളുടെ വാദം ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ്, ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇത് ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. ഒരു മുൻ MLA KV കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും നിരവധി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പ്രതിയായ ഈ കൊലക്കേസിൻ്റെ വിധി വന്നതോടുകൂടി